നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ശ്രീജിത്ത് പണിക്കരുടെ ഒരു വീഡിയോ കണ്ടു. മാതൃഭൂമിയിലെ ഒരു ലേഖകൻ മീററ്റിലെ മുസ്ലിം മണ്ഡലം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതിനെ കുറിച്ചാണ് ആ വീഡിയോയിൽ അദ്ദേഹം സംസാരിക്കുന്നത്. 36% മുസ്ലിങ്ങളും 61% ഹിന്ദുക്കളുമുള്ള മണ്ഡലത്തെ എങ്ങനെയാണ് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലം എന്ന് പറയും എന്നതാണ് ശ്രീജിത്ത് ഉന്നയിക്കുന്ന ചോദ്യം. ലേഖകൻ മുസ്ലിങ്ങളെ പത്താനെന്നോ മാലിക്കെന്നോ റാവുത്തറെന്നോ ഖുറേഷി എന്നോ ജാതി പറഞ്ഞ് തരം തിരിച്ചിട്ടില്ല. മുസ്ലിങ്ങൾ മൊത്തമായി 30%, എന്നാൽ ഹിന്ദുക്കളെ ജാട്ടും യാദവും റാവത്തും കത്വാസുമൊക്കെയായി പലതായി വിഭജിച്ചിരിക്കുകയാണ്. ഇത് ഹിന്ദുക്കൾക്കെതിരായി കാലാകാലമായി പ്രയോഗിക്കപ്പെടുന്ന സൈക്കോളജിക്കൽ അറ്റാക്കാണ്. ഇത് നമ്മുടെ രാജ്യത്തിനുണ്ടാക്കാൻ പോകുന്ന ദുരന്തം ഇനിയും ഹിന്ദുക്കൾക്ക് മനസ്സിലായിട്ടില്ല. ഹിന്ദു എന്ന വാക്കിന് നിങ്ങളുടെ ജീവന്റെ വിലയുണ്ട്. സകല ജാതികളെയും ഒന്നിച്ചു നിർത്തുന്ന ഒരു കെട്ടാണിത്. ആ കെട്ട് പൊട്ടിയാൽ നിങ്ങൾ ചിന്നിച്ചിതറും. ആ കെട്ട് പൊട്ടിക്കാനാണ് നിങ്ങളുടെ ശത്രുക്കൾ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു എന്നൊന്നില്ല, ഹിന്ദുമതം എന്നൊന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ പുറകിലുള്ള ലക്ഷ്യം ഇതുതന്നെയാണ്. തമിഴർ വേറെ, ഹിന്ദു വേറെ, തമിഴ് ദൈവം വേറെ, ഹിന്ദു ദൈവം വേറെ, ശ്രീനാരായണ ഗുരു ഹിന്ദുവല്ല, ചോളന്മാർ ഹിന്ദുക്കളല്ല, ഇങ്ങനെ ഏതെല്ലാം രീതിയിൽ നിങ്ങളുടെ ഹിന്ദു എന്ന കെട്ടറുക്കാൻ സാധിക്കുമോ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും പുതിയ വേർഷനാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്ന ജാതി സെൻസസ്. പതിയെ പതിയെ ജാതിയിൽ നിന്ന് വിട്ട് ഹിന്ദുക്കളാവുക, ഒരു സമൂഹത്തെ വീണ്ടും ജാതിവാളുകൊണ്ട് വെട്ടി ചിഹ്നഭിന്നമാക്കുക എന്നാണ് ജാതി സെൻസസിന്റെ ലക്ഷ്യം. അതിനായി വാളിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് മാതൃഭൂമി പോലെയുള്ള മാധ്യമങ്ങൾ. നിങ്ങൾ സിംഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവ ഇരയെ പിടിക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യുക ഇരയുടെ കൂട്ടത്തെ ഓടിച്ച് ചിതറിക്കുക എന്നതാണ്. ചിതറി ഓടുന്നതിൽ നിന്ന് ഓരോന്നിനെയായി പിടിച്ചു തിന്നാൻ എളുപ്പമാണ്. ഹിന്ദു എന്ന കൂട്ടം തെറ്റിപ്പോകാതിരിക്കുക. അങ്ങനെ പോകുന്നവരായിരിക്കും ആദ്യം ശത്രുവിന്റെ ഇരയാവുക. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഏത് വലിയ സിംഹത്തെയും കൊമ്പിൽ കോർക്കാം. ആദ്യമായി ഹിന്ദു എന്ന കൂട്ടം തെറ്റിപ്പോയ പാകിസ്ഥാനിലെ ദളിതർക്ക് സംഭവിച്ചത് കണ്ടില്ലേ? സംഘടിച്ച് ശക്തരാകുവിൻ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.